ശത്രുക്കളെ ഉണ്ടാക്കാതിരിക്കുക. നമ്മൾക്ക് എവിടെ വെച്ചും ഏത് നിമിഷവും പാര വയ്ക്കാൻ സാധ്യതയുള്ള ശത്രുക്കളെ ഉണ്ടാക്കുവാതിരിക്കുക. ശത്രുക്കൾ ഉണ്ടാകും കേട്ടോ, അവരുടെ ഇഷ്ടത്തിന് സ്വയം ശത്രുക്കൾ ഉണ്ടായപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. നമ്മളായി ഉണ്ടാക്കാതിരിക്കുക ശത്രുക്കളെ. ഞാനൊരു ശത്രുവിനെ ഉണ്ടാക്കിയാൽ എനിക്കെതിരെ ചിന്തിക്കുന്ന, എനിക്കെതിരെ പ്രവർത്തിക്കുവാൻ സാധ്യതയുള്ള ഒരു വ്യക്തിയെ ഞാൻ നിർമ്മിച്ചു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൻ്റെ പല മേഖലകളിലും, പല സ്ഥലങ്ങളിലും, പല സന്ദർഭങ്ങളിലും ആ വ്യക്തിയെ ഭയന്നിട്ട് അല്ലെങ്കിൽ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിച്ചിട്ട് എനിക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വന്നേക്കാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ജീവിതത്തിൽ ഒരിക്കലും ആരെയും ശത്രുവാക്കാതിരിക്കുവാൻ ഉള്ള കോൺഷ്യസ് എഫർട്ട് എടുക്കണം. നമ്മൾ എന്തൊക്കെ ചെയ്താലും വെറുതെ നമ്മോട് ശത്രുത ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്, അതൊന്നും നമ്മൾ ഏറ്റെടുക്കാൻ പോകരുത്. ബട്ട് നമ്മളായിട്ട് നമ്മുടെ ഒരു കാരണം കൊണ്ടൊരു ശത്രു ഉണ്ടാകരുത് എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, ഒരിക്കലും നമ്മുടെ മിത്രങ്ങളെ തലകയറ്റി വയ്ക്കാതിരിക്കുക. മിത്രങ്ങളെ തലകയറ്റി വയ്ക്കാതിരിക്കുക. അത് ഞാൻ പറഞ്ഞ ശത്രുക്കളുടെ പോയിന്റാണ്. രണ്ടാമത് പറഞ്ഞത് നമ്മൾക്ക് കുറേ സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കും. ഈ സുഹൃത്തുക്കൾ എപ്പോഴും നമ്മുടെ ജീവിതത്തിലെ സാധാരണ എനിക്ക് തോന്നുന്ന ഈ ഒരു മനുഷ്യൻ കൂടുതലും പേഴ്സണൽ ടോക്കൊക്കെ ചെയ്യുന്ന ഒരാളായിരിക്കും സുഹൃത്തുക്കൾ. ചിലപ്പോൾ സ്വന്തം വീട്ടിലുള്ള ആളുകളോട് പോലും നമ്മൾക്ക് തുറക്കാൻ പറ്റാത്ത നമ്മുടെ മനസ്സ് നമ്മുടെ ഒരു സുഹൃത്തിനോട് ചിലപ്പോൾ തുറക്കാൻ പറ്റും. അങ്ങനെയുള്ള റിലേഷനാണ് ഒരു സുഹൃത്ത്. എന്നാൽ ഒരു സുഹൃത്ത് എന്ന് പറയുന്ന റിലേഷൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? അത് ഏത് മൊമെൻറ്റിലും കട്ട് ചെയ്ത് ഒഴിവാക്കാൻ പറ്റുന്നൊരു ബന്ധമാണ്. നമ്മുടെ അച്ഛനെ, അമ്മയെ, അമ്മായിയെ, അമ്മാവനെയൊക്കെ നമുക്ക് അങ്ങനെ കട്ട് ചെയ്ത് ഒഴിവാക്കാൻ പറ്റില്ല. അത് അവിടെ ഉണ്ട്. നമ്മൾക്ക് ഇനിയിപ്പോൾ ഇഷ്ടമുണ്ടോ ഇഷ്ടമില്ലയോ അവരവിടെ നിന്ന് പോവില്ല, അവരവിടെ ഉണ്ടാവും. നമ്മൾ എവിടേക്കൊക്കെ മാറി താമസിച്ചാലും നിയമരേഖകളിലൊക്കെ അവരുണ്ട്. അങ്ങനെ ചില ബന്ധങ്ങളൊക്കെ നമ്മൾ അങ്ങനെയാണ്, നമുക്കത് അത്ര ഈസി ആയിട്ട് റിമൂവബിൾ അല്ല നമ്മുടെ ലൈഫിൽ നിന്ന്. പക്ഷെ സുഹൃത്ത് ബന്ധത്തിനൊരു പ്രത്യേകതയുണ്ട്. ഒരു ഞൊടിയിൽ അത് അവസാനിപ്പിക്കുവാൻ പറ്റുന്ന ബന്ധമാണ്. അതിനൊരു എഗ്രിമെൻറ്റുകളും ഇല്ല, ഒരു കാര്യങ്ങളും ഇല്ല, നീതി നിയമങ്ങളൊന്നും ഇല്ല അതിൻ്റെ പിന്നാലെ. അതുകൊണ്ട് സൗഹൃദങ്ങൾ വളരെ നല്ലതാണ്. സൗഹൃദങ്ങൾ വളരെയധികം അടുപ്പം ഫീൽ ചെയ്യണം. അത് വളരെയധികം പ്രതലത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. പ്രതലത്തിൽ വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അതിനെ എടുത്ത് തലകയറ്റി വയ്ക്കരുത്. തലകയറ്റി വയ്ക്കരുത് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? സ്വന്തം ജീവിതത്തിൽ പല കാര്യങ്ങളും കോംപ്രമൈസ് ചെയ്തും പല കാര്യങ്ങളും നമ്മൾ സുഹൃത്തിനെ കൂടെ കൺസിഡർ ചെയ്തും മാത്രം ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനൊക്കെ പറ്റുന്ന രീതിയിൽ നമ്മൾക്കൊരു എതിരഭിപ്രായം ഉണ്ടെങ്കിൽ അത് തുറന്നു പറയാൻ പറ്റാത്ത രീതിയിൽ അങ്ങനെയൊക്കെ ഒരു സുഹൃത്തിനെയും തലകയറ്റി വയ്ക്കരുത്. സുഹൃത്തുക്കളെ നിർത്തേണ്ട ഒരു ട്രാക്കുണ്ട്, അവിടെ നിർത്തിക്കൊണ്ടുപോകാൻ സാധിക്കണം. ചില ആളുകളൊക്കെ വളരെ കോംപ്ലിക്കേറ്റഡ് ആക്കി മാറ്റാറുണ്ട്. ഈ സുഹൃത്തുക്കൾക്ക് വീട്ടിലൊക്കെ ഉള്ള ഇൻഫ്ലുവൻസ് വളരെ കൂടുതലായിരിക്കും. ഞാൻ എത്ര കേസുകളെ ഹാൻഡിൽ ചെയ്യുന്നതെന്നറിയോ? സുഹൃത്തുക്കൾ വീട്ടിലെ ഒരു അംഗത്തെ പോലെയായിരിക്കും. നല്ല കാര്യമാണ് നല്ല സുഹൃത്താണെങ്കിൽ. പക്ഷേ ഞാൻ ഒരുപാട് കേസുകൾ ഇങ്ങനെ പറഞ്ഞുതരാം. ഒരാൾക്കൊരു സുഹൃത്തുണ്ട്, ആ സുഹൃത്ത് വീട്ടിലൊരു അംഗത്തെ പോലെയാണ്. പക്ഷേ അയാളുടെ കല്യാണം കഴിഞ്ഞു, ഭാര്യയ്ക്ക് ആ സുഹൃത്തിനെ അംഗത്തെ പോലെയൊന്നും കാണാൻ പറ്റുന്നില്ല, അതൊരു സുഹൃത്താണ്. അപ്പോൾ ഇവിടെ ഒരു കോൺഫ്ലിക്റ്റ് വരും അല്ലേ? അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഭാവി ജീവിതങ്ങളിൽ നമ്മുടെ ജീവിതത്തിലേക്ക് പലരും വന്നു കയറാനുണ്ട്. നമ്മുടെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്, മക്കൾ, പലതും വന്നു കയറാനുണ്ട്, സിറ്റുവേഷൻസ് മാറാനുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഓരോ ബന്ധങ്ങൾക്കും ചില സമയങ്ങളിൽ ചില മാറ്റങ്ങൾ കൊണ്ടുവരാൻ തയ്യാറായിരിക്കണം. ആ സുഹൃത്തിനോട് അത് പറയാൻ പറ്റണം നമുക്ക്. ഇപ്പോൾ ഇയാൾ ബുദ്ധിമുട്ടാണ് ഭാര്യയുടെയും സുഹൃത്തിൻ്റെ ഇടയിൽപ്പെട്ടിട്ട്. ഇങ്ങനെയൊന്നും സംഭവിക്കരുത്. സൗഹൃദങ്ങൾ നിർത്തേണ്ട സ്ഥലങ്ങളുണ്ട്. ചിലപ്പോൾ നമുക്ക് കൂടുതൽ അടുപ്പിച്ച് നിർത്താൻ പറ്റും, ചിലപ്പോൾ നമുക്ക് കുറച്ച് മാറ്റി നിർത്തേണ്ടി വരും. അത് മനസ്സിലാക്കുവാനുള്ള കഴിവ് നമ്മുടെ സുഹൃത്തിനുണ്ടായിരിക്കണം. അത് മനസ്സിലാക്കാനുള്ള കഴിവ് നമ്മുടെ സുഹൃത്തിന് ഇല്ലെങ്കിൽ ആ സുഹൃത്തിനെ വേണ്ടാന്ന് വെക്കുകയാണ് നല്ലത്. സൗഹൃദങ്ങളെ തലകയറ്റി വയ്ക്കാതിരിക്കുക. മൂന്നാമത്തത്, നമ്മുടെ കുടുംബക്കാരെ നമ്മുടെ ജീവിതത്തിലെ വ്യക്തിഗതമായ വളരെ നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ അമിതമായി ഇടപെടുത്താതിരിക്കുക. അത് നമ്മൾ തീരുമാനിക്കുക. കാരണം ആൾ കൂടിയ പാമ്പ് ചാവില്ല. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ചില രംഗങ്ങൾ ഉണ്ടായിരിക്കും. അതിൽ എല്ലാ കാര്യവും ചെയ്യേണ്ടത് നമ്മളായിരിക്കും, ഡിസിഷൻ എടുക്കേണ്ടത് നമ്മളായിരിക്കും, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അനുഭവിക്കേണ്ടത് നമ്മളായിരിക്കും, നമ്മളായിരിക്കും പൈസ ചിലവാക്കേണ്ടി വരിക. അങ്ങനെ എല്ലാം അത് നമ്മുടെ കയ്യിലാണ് കിടക്കുന്നുണ്ടാവുക. നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ. ഈ സിറ്റുവേഷനിൽ അഭിപ്രായങ്ങൾ പറയുവാൻ മാത്രം അല്ലെങ്കിൽ ഉപദേശങ്ങൾ തരുവാൻ മാത്രം നിറയെ കുടുംബക്കാരുണ്ടാവും. അപ്പോൾ ഇത് ഒരു ബുദ്ധിമുട്ടുള്ള ഘട്ടമാണ്. കാരണം ഒന്നും പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റും.
അപ്പോൾ ഇത്തരം ഘട്ടങ്ങളിൽ ചില ആളുകൾക്ക് ഇവരെ ഒന്നും വേണ്ടിടത്ത് നിർത്തുവാനൊന്നും അറിയില്ല. അതുകൊണ്ട് വളരെ സഫക്കേഷൻ അനുഭവിക്കുന്ന ആൾക്കാരുണ്ട് ഈ കുടുംബക്കാരുടെ ഇടപെടൽ കാരണം. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, വ്യക്തിഗതമായ അതേപോലെ തന്നെ ഞാൻ തന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ എന്നുള്ള മാത്രമല്ല നിർണായകമായ തീരുമാനങ്ങൾ, നടപടികൾ ഇതൊക്കെ ഹൈഡ് ചെയ്ത് വെക്കാൻ അറിയണം കുടുംബക്കാരിൽ നിന്നും. നമുക്ക് നടന്നതിന് ശേഷം അവരറിഞ്ഞാൽ മതി. തീരുമാനങ്ങളൊക്കെ ഹൈഡ് ചെയ്ത് വെച്ചിട്ട് കൊണ്ടുപോകാൻ അറിയണം നമുക്ക്. അല്ലെങ്കിൽ അത് എന്തിനു വേണ്ടിയാണ് പറയുന്നത്? ജീവിതം കൂടുതൽ എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അല്ലാതെ പറയരുത് എന്നൊന്നല്ല ഉദ്ദേശിക്കുന്നത്. കൂടുതൽ എളുപ്പമാവും ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ.